ഇന്ന് നമ്മോടൊപ്പമുള്ളത് വിയറ്റ്നാമിലെ ബിസിനസ് മേഖലയിലും ചാരിറ്റി രംഗത്തും പ്രവർത്തിക്കുന്ന റോബിൻ ബാബു ആണ്. സ്വാഗതം. എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? 15 വർഷത്തിൽ കൂടുതലായി. ഇവിടെ വരാനുള്ള സാഹചര്യം? എൻ്റെ അങ്കിൾ ഇവിടെ വിയറ്റ്നാമിൽ ഒരുപാട് നാളായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിയറ്റ്നാമിലോട്ട് വന്നത്. എത്രത്തോളം സാധ്യതകൾ ഇവിടെ ഉണ്ട്? വിയറ്റ്നാമിൽ ഒരുപാട് സാധ്യതകളൊക്കെ ഉണ്ട്. പല പല ബിസിനസ് മേഖലയിൽ ഒരുപാട് സാധ്യതകൾ വിയറ്റ്നാമിൽ ഉണ്ട്. ഇനി ഫ്യൂച്ചറിൽ ഇനിയും വിയറ്റ്നാം ഒരുപാട് ഗ്രോ ചെയ്യും. അപ്പം ഒരുപാട് സാധ്യതകൾ വിയറ്റ്നാമിലുണ്ട്. താങ്കളുടെ പ്രവർത്തനം ഒരുപാട് പേർക്ക് പ്രചോദനമാണ്. താങ്കൾക്ക് ആരാണ് പ്രചോദനം? ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പോൾ അവരെ കണ്ടാണ് നമ്മൾ ഇത് കണക്കുള്ള കാര്യങ്ങൾക്കൊക്കെ വരുന്നത്. കാര്യം വിയറ്റ്നാമീസൊക്കെ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. ബിസിനസ്സിലായാലും ഏത് മേഖലകളായാലും ദേ വർക്ക് ഹാർഡ്. സോ അതുകൊണ്ടാണ് അവർ തന്നെയാണ് പ്രചോദനം. താങ്കളുടെ ബിസിനസ്സിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? എനിക്ക് റെസ്റ്റോറൻറ്റ് ബിസിനസ്സാണ് ഇവിടെ ഉള്ളത്. എനിക്കിവിടെ ഒരു 4 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അത് മോസ്റ്റ്ലി സൗത്ത് ഇന്ത്യൻ ഫുഡും നോർത്ത് ഇന്ത്യൻ ഫുഡും ആണ് ഈ റെസ്റ്റോറൻറ്റിൽ സെർവ് ചെയ്യുന്നത്. പിന്നെ വേറെ ഒരു ബിസിനസ് ഇത് തന്നെയാണ് എൻ്റെ ഇവിടുത്തെ ബിസിനസ്, റെസ്റ്റോറൻറ്റ് ബിസിനസ് അല്ലാതെ പാഷൻ ആയിട്ടുള്ളത് എന്തൊക്കെയാണ്? എനിക്ക് ഫിറ്റ്നസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ പോകും. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഹോബീസ് എന്ന് പറയുന്നത്. ഏകദേശം എത്ര സ്റ്റാഫ് ഉണ്ടാകും ഇവിടെ? എല്ലാം കൂടെ ഈ 4 റെസ്റ്റോറൻറ്റും കൂടെ എനിക്ക് തോന്നുന്നു ഒരു 80-85 സ്റ്റാഫ് ഉണ്ട്. ഇവിടെ ഏത് തരത്തിലുള്ള ഫുഡുകളാണ്? ഇന്ത്യയിലുള്ള എല്ലാ ഫുഡും ഉണ്ട്. ഇന്ത്യനിലെ ഹോൾ റീജിയനിലുള്ള ഫുഡുണ്ട്. ഇപ്പം ഈസ്റ്റിലുള്ള ഫുഡുണ്ട്, വെസ്റ്റ് റീജിയനിലുള്ള ഫുഡുണ്ട്, സൗത്തിലുള്ള ഫുഡുണ്ട്, നോർത്തിലുള്ള ഫുഡുണ്ട്. അങ്ങനെ എല്ലാ ഫുൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഉള്ള ഫുഡുകളും ഉണ്ട്. കോവിഡ് കാലങ്ങളിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? കോവിഡ് ഇവിടെ ഒരു സ്ട്രിക്റ്റ് ലോക്ക്ഡൗൺ ആയിരുന്നു ആ സമയത്ത്. അപ്പം നമ്മളിവിടുത്തെ പീപ്പിൾസ് കമ്മിറ്റിയായിട്ട് ചേർന്ന് അവരുമായിട്ട് ചേർന്ന് ഈ ഫീൽഡ് ഹോസ്പിറ്റലിൽ ഫുഡ് എല്ലാ ദിവസവും ഒരു 2,000-2,500 മീൽസ് എല്ലാ ദിവസവും 300 മീൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതങ്ങനെ വളർന്നു 2,500 മീൽസ് വരെയായി. പിന്നെ ഫീൽഡ് ഹോസ്പിറ്റലായ ഇവിടുത്തെ ആൾക്കാർക്കുള്ള ഫുഡായി, പിന്നെ വെജിറ്റബിൾസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും അങ്ങനെ. പക്ഷേ അതിന് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സഹായം കൂടെ ഉണ്ടായിരുന്നു. അവർ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് ഡെലിവറി ചെയ്യാൻ അനുവദിച്ചു. ഈ റെസ്റ്റോറൻറ്റിന് മാത്രം അനുവദിച്ചു കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ ഫുഡ് ഡെലിവറി ചെയ്യാനും നമ്മളെ ഒരു ഫസ്റ്റ് 15 ഡേയ്സ് കഴിഞ്ഞപ്പോൾ അവർ പിന്നെ സമ്മതിച്ചു ഫുഡ് നിങ്ങൾക്ക് ആൾക്കാർക്ക് ഡെലിവറി ചെയ്യാം. അതിനുള്ള റവന്യൂ കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. താങ്കളുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. ചാരിറ്റി പ്രവർത്തനം ഞാൻ ഈ കോവിഡ് സമയത്താണ് മുമ്പ് ചാരിറ്റിക്ക് ഞാൻ സഹായങ്ങൾ കൊടുക്കും, പക്ഷേ ഞാൻ അവിടെ പോവില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു 2 ഓർഫണേജിൽ ഞാൻ ചാരിറ്റി സമയത്ത് പോയിട്ടുണ്ട്. ഒരു ഓർഫണേജ് എന്ന് പറയുന്നത് ഒരു ബുദ്ധിസ്റ്റ് ഓർഫണേജാണ്. അത് വന്നിട്ട് എനിക്കൊന്ന് കൊച്ചുകുട്ടികൾ ഒരു മാസം പ്രായമായ കുട്ടികൾ തൊട്ട് 4 വയസ്സുള്ള കുട്ടികൾ വരെയുള്ള സ്ഥലം. പിന്നെ ഒരു കാത്തലിക് ഓർഫണേജാണ്. അത് വന്നിട്ട് ഓട്ടിസ്റ്റിക് കിഡും പിന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള കിഡ്സും അങ്ങനെയുള്ള ഒരു ഓർഫണേജാണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ കോവിഡ് സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ട് അവർക്ക് കുറച്ച് അവർക്ക് ഈ ഡൈപ്പേഴ്സൊക്കെ ഒരുപാട് വേണം, ഈ യൂസൊക്കെ ഉള്ള. അങ്ങനെ ഞാൻ കൊടുക്കാൻ പോയി. അങ്ങനെ ഞാൻ അവിടെ കണ്ടു. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു 3 വർഷമാവും ഞാൻ എല്ലാ ആഴ്ചയും അവിടെ പോകും. അപ്പോൾ ആ ഓർഫണേജിന് വേണ്ട സഹായങ്ങളൊക്കെ നമ്മുടെ റെസ്റ്റോറൻറ്റ് വഴി ചെയ്യും. അങ്ങനെയാണ് ഞാൻ ആ ഓർഫണേജിന് 2 മാത്രം. പിന്നെ ഇവിടെ എൻ്റെ ഒരു ഓസ്ട്രേലിയൻ മാമയുണ്ട്. അവരുടെ കുറച്ച് ചാരിറ്റി ഉണ്ട്. അതിലും കുറച്ച് ഞാൻ സഹായിക്കും. അത് വന്നിട്ട് HIV കിഡ്സൊക്കെ, HIV ബാധിച്ച മുതിർന്ന ആൾക്കാരും കുട്ടികളും, പിന്നെ ഈ ഓൾഡ് ലേഡീസ് ഷെൽട്ടർ, ഈ സൈഗോണിൽ ഈ അനാഥ വയസ്സായ ആൾക്കാർ, അങ്ങനെയുള്ള സ്ത്രീകൾ മാത്രമുള്ള സ്ഥലം. അങ്ങനെ പക്ഷെ അവിടെയൊക്കെ ഒരുപാട് സഹായങ്ങളില്ല, ചെറുതായിട്ട്. ഈ 2 ഓർഫണേജിലാണ് ഞാൻ കൂടുതലായിട്ടും എല്ലാ ആഴ്ചയും ഞാൻ പോകും. ചാരിറ്റി മേഖലയിലുള്ള ജൂഡിത്ത് മാഡത്തിന്റെ സേവനങ്ങളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഐ തിങ്ക് ഷീ ഇൻട്രൊഡ്യൂസ് മീ. അവരാണ് എന്നെ ഇതിലൊക്കെ ഇതിലോട്ടൊക്കെ കൊണ്ടുവന്നത്. കാര്യം അവർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഷീ came to മദർ തെരേസാസ് പ്ലേസ് ഇൻ കൽക്കട്ട. ഷീ came to കൊച്ചിൻ. സോ അവരാണ് എന്നെ ഇതിലോട്ട് ആകർഷിച്ചത്. എന്ന് വെച്ചാൽ ഐ നോ അബൌട്ട് ഷീ കെയിം ടു വിയറ്റ്നാം. അവർ വിയറ്റ്നാമിലോട്ട് വരുന്നത് വന്നിട്ട്
ഈ അവർക്ക് ഇവിടെ ഒരു ഇതിൻ്റെ HIV കിഡ്സിൻ്റെ ഒരു ഓർഫനേജ് ഉണ്ട്, പിന്നെ അവർക്കൊരു സ്കൂളുണ്ട്. അതിൽ ഫണ്ട് ചെയ്യാനാണ് അവർ വരുന്നത്. അവർക്കൊരു ചാരിറ്റി ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഞാൻ അവിടെയൊക്കെ പോയി ആണ് ഇതിനെക്കുറിച്ച് കൂടുതലും. എന്നിട്ട് അവരുടെ സ്കൂളിൽ ഞാൻ എപ്പോഴും ഒരു 7-8 വർഷമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഡൊണേറ്റ് ചെയ്യുമായിരുന്നു അവരുടെ സ്കൂളിൽ. അങ്ങനെ ആണ് ഇതിലോട്ട് ഞാൻ ഇതായത്. ഇവിടെ ജോലി അന്വേഷിച്ചു വരുന്ന പുതിയ തലമുറയോട് എന്താണ് പറയാനുള്ളത്? വിയറ്റ്നാമിൽ ജോലി ജോബ്സ് കിട്ടാൻ പാടാണ്. സ്കിൽഡ് ആയിട്ടുള്ള ജോബ്സ് കിട്ടാൻ വിയറ്റ്നാമിൽ പാടാണ്. ബിക്കോസ് വിയറ്റ്നമീസ് ആർ വെരി എഫിഷ്യൻറ്റ് ഇൻ ദാറ്റ് വേ. ബട്ട് ഇൻ ചില മേഖലകളിലൊക്കെ ജോലി കിട്ടാൻ എളുപ്പമാണ്. ബാങ്കിങ് എങ്ങനെ ജോലി കിട്ടാം, ഫാർമസ്യൂട്ടിക്കൽ ലെവലിലൊക്കെ ജോലി കിട്ടാം, പിന്നെ ഗാർമെൻറ്റ്സിൽ ജോലി കിട്ടാം, പിന്നെ മെഷീനറീസ് ഇതിലോട്ട് ജോലി കിട്ടാം, പിന്നെ അഗ്രികൾച്ചർ ആ ഇതിലോട്ട് ജോലി കിട്ടാം. അങ്ങനത്തെ കുറേ വെസ്റ്റേൺ കമ്പനീസ് ഇവിടെയുണ്ട്, അതിലൊക്കെ അങ്ങനെ ജോലി കിട്ടാം. അങ്ങനെ പക്ഷേ അല്ലാതെ നമ്മുടെ ദുബായ് കണക്കുള്ള ജോലിയൊന്നും ഇവിടെ കിട്ടാൻ പാടാണ്. കാര്യമായ വിയറ്റ്നാമീസ് ലേബർ ചീപ്പാണ്. പിന്നെ അവരും ഇങ്ങനത്തെ ജോലിക്കൊക്കെ ഒരുപാടുണ്ട്. പിന്നെ കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ട്. സൈഗോണിൽ വന്നിട്ട് 15 മില്യൺ പോപ്പുലേഷൻ ഇവിടെ ഉണ്ട്. ഇവിടെ വരുന്നവർ അധികവും ഇന്ത്യൻ ഫുഡ് കഴിക്കുന്നവരാണോ? ഇവിടെ ഇന്ത്യൻ ഫുഡ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവർ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇവിടെ ഇന്ത്യൻ ഫുഡ്, സോ ദേ കം ടു ഈറ്റ് ഇന്ത്യൻ ഫുഡ്. Seal Industries India Private Limited. Vinsuria Bakery and Kitchen Equipment. Classic Almetal, Bangalore. Sonic Systems India. ലോകോത്തര നിലവാരത്തിൽ സ്വച്ഛവും സുരക്ഷിതവുമായ താമസം. റേഡിയന്റ് റിസോർട്ട്, വെന്നാർഘട്ട റോഡ്, ബാംഗ്ലൂർ. ഫോൺ 9845173949, 8095988877. My name is Judith and I'm an Australian retiree, and I commenced visiting Vietnam 20 years ago, and I saw a great need for assistance at certain levels with education, a little infrastructure in some of the village towns, medical help for people suffering from HIV/AIDS, and I was impacted so much by the visit that I wished to do voluntary work myself. So I came back to Saigon, and I had 6 weeks voluntary work at the Christina Noble Foundation. And whilst I was with the Christina Noble Foundation, I met a Sri Lankan lady living here and had been living here as an expatriate for a number of years. And she said to me, would I like to go to Bien Hoa and see a charity school? And I said yes, I was very interested to do so. So we went on a visit, and I met the superior nun who was there, and she was Sister Vicenta from the Philippines. And she said to me at the conclusion of our visit to the school, Judith, what did you think of our school? And I said, I think it's wonderful. And she said, well, you would have to teach on Tuesdays and Thursdays. And this gave me a shock, because I wasn't applying for a job. However, there was this opportunity in front of me, and I grabbed it and ran. And then for many years later, I would go out there on a rickety old bus from the Benton Market to Bien Hoa, and they would pick me up and take me to the school, and I would teach craft, dancing, singing, and of course English. And this was a great joy. And from there, I expressed an interest to Sister Vicenta in the disease AIDS, HIV/AIDS. And she said, I will introduce you to a doctor in Govup. And subsequently, I was introduced to Dr. Fun. And for many, many years now, we have worked closely with me bringing medical care to him on a regular basis, sending different volunteers to his clinic to help, and always in a voluntary capacity. And during this time, I was in need of accommodation always, and I stayed in Pham Nula, where most of the tourists stay,
and I had difficulty with the Vietnamese cuisine, and so I found an Indian restaurant, and I frequented this restaurant regularly, and I met a young man there, and his name was Robin Deepu, and he now has 4 restaurants in Ho Chi Minh City, and is a very dear friend of mine. He always supported me with my work here and provided wonderful friendship and support at all times. It was during COVID that he was impacted to follow in our footsteps and do some voluntary work, and he surpassed everything he thought he would have done and provided meals for thousands of people on a weekly basis, and was extremely productive and very efficient and very helpful to many people during this dreadful pandemic. Robin today continues this work, and it will only grow, and I only wish him the very best of everything, because he now has 2 orphanages with children, and he visits them. He provides medical care if he can. He certainly provides food and constant companionship to these children, and it is something that they desperately need, and the staff really appreciate him, and his work will be never ending, as this country has a lot of poverty, and there is not enough love to go around for these beautiful children that Robin and I both have fallen in love with in this wonderful country, Saigon. Seal Industries India Private Limited. Vinsuria Bakery and Kitchen Equipments. Classic Almetal, Bangalore. Sonic Systems India. ഹലോ നമസ്കാരം, ഞാൻ റോബിൻ്റെ അടുത്ത സുഹൃത്താണ്. റോബിനെ പറ്റി പറയേണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അവൻ നമ്മളെ എല്ലാം ആണ്. ഇവിടെ വിയറ്റ്നാമിൽ എത്തിയിട്ട് ഒരു ക്ലോസ് ടു 20 വർഷമായി, 18-20 വർഷമായി റോബിൻ. സോ അവൻ റെസ്റ്റോറൻറ്റ് ബിസിനസ് ഇവിടെ തുടങ്ങിയിട്ട് ഒരു വൺ ഓഫ് ദ ലീഡിങ് റെസ്റ്റോറൻറ്റ് നമ്മളെ ഹോച്ചിമീനിൽ വിയറ്റ്നാമിൽ പറയാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് റോബിൻ. റോബിൻ എല്ലാവർക്കും സഹായിക്കും. എന്ത് സപ്പോർട്ട് വേണ്ടിയെങ്കിലും റോബിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ അത് ചെയ്തു കൊടുക്കും. അതാണ് റോബിൻ്റെ ഒരു നല്ല മനസ്സ്. പിന്നെ കോവിഡ് ടൈമിൽ റോബിൻ ചെയ്ത പോലെ വേറെ ആരും ചെയ്തിട്ടില്ല. നമ്മൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിന് ഞാൻ പറയാം, ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് നമ്മൾ റോബിൻ ചെയ്ത പോലെ ഒരു ദിവസം 2000 മീൽസ് വെച്ചാണ് എല്ലാ ഇവിടുത്തെ കുറേ ആൾക്കാർക്ക് അവർ സപ്ലൈ ചെയ്തുകൊണ്ടുണ്ടായത്. സോ എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട്. അതേപോലെ റോബിൻ 2 ഓർഫനേജ് എടുത്ത് നടത്തുന്നുണ്ട് ഇപ്പോൾ. അവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാ ദിവസവും പോയിട്ട് റെഗുലറായിട്ട് അവർക്ക് എന്താ വേണ്ടത്, ഭക്ഷണങ്ങളും പാലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ റോബിൻ്റെ പറഞ്ഞ രണ്ടാമത്തെ പാഷൻ പറഞ്ഞാൽ ரொம்ப സ്പോർട്സ് എൻതൂസിയാസ്റ്റ്, ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്കാണ്. സോ പുള്ളീൻ്റെ ബോഡി കണ്ടാൽ തന്നെ പറയാൻ പറ്റും, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ. ബട്ട് സോ പുള്ളി ഒരു ഫിറ്റ്നസ് മേഖലയിൽ ഒരു നമ്പർ 1 ആളാണ് വിയറ്റ്നാമിലും. സോ പുള്ളീൻ്റെ അതൊരു വലിയ പാഷനാണ്. അതില്ലാണ്ട് പുള്ളി ക്രിക്കറ്റും കളിക്കും. ഇവിടെ വിയറ്റ്നാം ക്രിക്കറ്റിൻ്റെ ഒരു ക്ലബ്ബ് നടത്തുന്നുണ്ട്, ഇന്ത്യൻ സ്പോർട്സ് ക്ലബ്ബ് ഓഫ് സൈഗോൺ എന്ന് പറഞ്ഞിട്ട്. റോബിൻ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്, റോൾ മോഡലാണ്. ഈവൻ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാലും സഹായിക്കാനും റോബിൻ്റെ അടുത്ത് പോയാൽ എല്ലാ സഹായം ചെയ്തു തരും. അതാണ് റോബിൻ്റെ ഒരു ശരിക്കുള്ള ഒരു നല്ലൊരു മനസ്സ്.